ഇന്ദ്രൻസിനെ നായകനാക്കി ദേശീയ പുരസ്കാരം നേടിയ ഹോം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കത്തനാർ. മലയാളത്തിൽ തന്നെ ബ്രഹ്മാണ്ഡ ചിത്രമാണ്. 15 ഭാഷകളിലായിട്ടാണ് ഈ സിനിമ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഗോകുലം മൂവീസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. വലിയ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. 4 വർഷമാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ജയസൂര്യ അദ്ദേഹത്തിന്റെ കരിയർ തന്നെ മാറ്റിവെച്ചത്. 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് ജയസൂര്യക്ക് ഒരുപാട് സിനിമകൾ നഷ്ടപ്പെട്ടു. അവസാനം നമ്മൾ തിയേറ്ററിൽ കണ്ടത് ആട് എന്ന സിനിമയാണ്. ആട് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത് ആട് 3 വന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാനത് ഓൾറെഡി റിവ്യൂ ചെയ്തതാണ്. കാരണം അതൊരു ടൈം ട്രാവലർ സിനിമ രീതിയിലേക്ക് കൊണ്ടുവന്നു. പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു കഥ പറഞ്ഞു പോയത്. എന്നാൽ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇനി വരാനായിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് കാത്തിരുന്നതിനെ കാണാം. ജയസൂര്യയുടെ വൻ താരനിരയാണ് ഈ സിനിമയിലെത്തുന്നത്. ലിങ്ക് സൂപ്പർ താരമായിട്ടുള്ള അനുഷ്ക ഷെട്ടിയാണ് മറ്റൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ പ്രഭുദേവ ഏറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. നമുക്ക് ഇതിന്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന്. വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും എപ്പിടിയായിരുന്നു വരവേൽക്കപ്പെടും. ഇന്ദ്രജാലത്തെ ഗോകുലം മൂവീസ് അവബോധത്തിന്റെ രഹസ്യ മാർഗങ്ങളിൽ വരെ അവർ സൂപ്പർ. ആ കളർ ഗ്രേഡിയന്റ് അടിപൊളി. ഓ നൈസ് ഷോട്ട്. யாரோட நினைவுக்கும் எட்டாது எல்லாரும் அசந்து பார்க்க போற மாதிரி ஒரு மாயாஜாலம். நம்ம ஆன்மாவோட நம்ம நினைவுகளோடு சங்கமிக்க போகிற ஒரு நிகழ்வு. പൊളി പൊളി. ചേരരാജശ്രീക്ക് കുഞ്ഞമ്മനിൽ നിന്ന് വാഴ്ത്തക്കൾ. റോജിൻ തോമസ് ഒന്നുമല്ല വരാനിരിക്കുന്നത്. ആപത്ത് കാലത്ത് വരുന്ന അതിമനുഷ്യൻ അഗ്നിയാണ്. കൈപിടിച്ചാൽ കരുതലും കൈവിട്ടാൽ കുട്ടിനാശവും ഫലം. ഒരു മനിത ഉടമ്പിൽ കൊള്ളുന്നതിലും അധികം ശക്തി നിങ്ങൾ കണ്ടുപിടുത്തിരിക്കുന്നു. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുക. വേണാർ ആപത്തിലാണ്. അനുഷ്ക ഷെട്ടി, പ്രഭുദേവ, അണ്ടമേ പൊളി പൊളി. കത്തനാർ. രണ്ട് മിനിറ്റ് 58 സെക്കൻഡാണ് ട്രെയിലർ. ഒന്നും പറയാനില്ലടാ. കിഡു സാധനം എന്ന് പറയാം. ഗംഭീര ക്വാളിറ്റി, ഗംഭീര മേക്കിങ്, അതുപോലെ തന്നെ ആ കളർ ഗ്രേഡിങ്, BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കൊണ്ടും സൂപ്പറായിട്ടുണ്ട്. എനിക്കൊന്ന് ലോക എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഇത്. വർഷമാണ് ജയസൂര്യ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ കരിയർ തന്നെ മാറ്റിവെച്ചിരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും ബ്രഹ്മാണ്ഡ ചിത്രമാണ്. ഓരോ ഷോട്ട് നമുക്ക് കാണാൻ പറയാല്ലേ, കിഡുമായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ഇത്തരം സിനിമകൾ വരണം. ഇത്തരം സിനിമകൾ മലയാളത്തിലുണ്ടാകണം വിജയം. കാരണം നമ്മൾ തെലുങ്കിലും തമിഴിലും കന്നഡയിലേക്കാണ് ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഉടൻ തന്നെ സിനിമ തിയേറ്ററിലേക്ക് എത്തും. എന്തായാലും ട്രെയിലർ പൊളിച്ചിട്ടുണ്ട്. അതിൻ്റെ മേക്കിങ്, അതുപോലെ തന്നെ കളർ ഗ്രേഡിങ്, കോമ്പിനേഷൻ എല്ലാം ഒന്നിനൊന്നിന് ബെറ്ററാണ്. ഒന്നും പറയാനില്ല. പിന്നെ ജയസൂര്യ, പ്രഭുദേവ, അനുഷ്ക ഷെട്ടി അങ്ങനെ വലിയ താരനിര എത്തുന്ന ഒരു സിനിമ. എന്തുകൊണ്ടും സിനിമ സൂപ്പർ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.